വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിന്നോടൊക്കെ പറഞ്ഞെടുത്ത് കാര്യം നീ എന്താ കാട്ടി ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസോ? ഇല്ലടാ കണ്ണ. എന്തേ? അടൻ തന്നെ വല്ല ഇൻഷുറൻസോ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി വെച്ചോ? അച്ഛന്റെ മുടി ഇപ്പൊ തന്നെ നരയ്ക്കാൻ തുടങ്ങി. അടിഞ്ഞിരുന്നോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കോ? മേശേട്ടാ, അല്ല ഈ ഇൻഷുറൻസ് എങ്ങനെ തുടങ്ങുക? അയ്യോ രമേശേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. ഭാവിയിൽ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. രമേശ, എന്താ മിനി നിന്നോണ്ടിരിക്കണേ? ഇരിക്കേ. എന്താ മിനി പതിവില്ലാണ്ട് ഇങ്ങോട്ട്? അത് രമേ, ഇന്ന് വൈകിട്ട് റെസിഡൻസിലുള്ള എല്ലാരും ടൂർ പോവാന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊന്നല്ല രമേശ, ടൂർ പോണ കാര്യമൊക്കെ ഓക്കെ തന്നെയാ. പക്ഷെ ഞാൻ വരുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ടൂറിലേക്കുള്ള നിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്ത്. ശരി മിനി. എന്തോന്ന് രമേ, ഞാൻ അടുത്തല്ലേ ഇതിനെങ്ങനെ അല്ലതി വിളിക്കണേ? എന്തോന്ന് രമേ ഇത്? മിനി നമ്മളെ അയൽവാസിയാ. അതുമല്ലാതെ ചെറുപ്പം മുതൽ എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരിയാ. അതുമാത്രമല്ല ഓഫീസിൽ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യണം. പിന്നെ ഓള് ചോദിച്ചിട്ട് ഞാൻ ഇല്ലാന്ന് എങ്ങനെ പറയണേ? ഇന്നലെ ബോണസ് വാങ്ങുമ്പോ അവൾ കണ്ടതുമാണ്. അതാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത്. ഇതിലെന്താ തെറ്റ്? എന്തോന്ന് രമേ? രമേ, നീ എന്നോട് ചോദിക്കാതെ കാർഡ് യൂസ് ചെയ്ത് ഓൺലൈനിൽ സാരി പർച്ചേസ് ചെയ്തല്ലേ? എന്തോന്ന് രമേ, ഒരു സാരി മേടിച്ചാ കൊള്ളാം. നീ 5-6 എണ്ണല്ലേ മേടിച്ചേ? ഇതിനൊക്കെ കാശ് എത്രമാത്രം ചെലവാണ്. നീ ഇപ്പൊ ടൂർ വരെ പോണ്. ഇതിനൊക്കെ കാശ് എവിടുന്ന്? രമേ, ഒന്നുമില്ല രമേ. സൂസൈഡ് പോയിന്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതാലോചിച്ചിട്ടാ അച്ഛൻ ഇത്ര പേടിച്ചു നിക്കണേ. എന്റെ ദൈവമേ, അതിനാണ് ഇങ്ങനെ അത് വിശ്വസിച്ചോ? രമേശ, എപ്പോ നോക്കിയാലും രമേശ രാക്ഷസാണ്. എന്താ രമേശ, വന്നപ്പോ മുതൽ ഒരു മിണ്ടാട്ടവും ഇല്ല. ഒന്നുമില്ല മിനി, ചെറിയൊരു തലവേദന. ഇതുപോലെ എന്തെങ്കിലും നടക്കും എനിക്ക് അറിയായിരുന്നു. അതാ മുൻകരുതലോടെ വിക്സ് എടുത്തു വന്നിട്ടുണ്ട്. നിക്ക്, ഞാൻ നിനക്ക് വിക്സ് തരാം. ഓളം വലിച്ച് നീട്ടിയുള്ള സംസാരം കേൾക്കുമ്പോഴൊന്ന് കൊടുക്കാൻ തോന്നും. ഇതിലോള് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോണത്രേ. അയ്യോ മിനി, വിക്സ് ഒന്നും എടുക്കണ്ട. വിക്സ് ഒക്കെ വീട്ടിൽ നിന്ന് തേച്ചിട്ടാ വന്നേ. അപ്പൊ വിക്സ് ഒന്നും തേച്ചിട്ട് തലവേദന പോയില്ല രമേശ? ഞാൻ വേണമെങ്കിൽ നിനക്ക് മസാജ് ചെയ്തുതരാം. തലവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും. ഞാനൊരു ചവിട്ട് വെച്ച് തന്നെ നീ അങ്ങ് പമ്പ കിടക്കും. രമ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ഞാനെന്ത് പറയാ, ഞാനൊന്നും പറഞ്ഞില്ല. രമേശ, മസാജ് ചെയ്തുതരാന്ന് പറഞ്ഞ
തലവേദനയൊക്കെ മാറി. ഇപ്പൊ കുഴപ്പമില്ല. ഓ എന്നാ ശരി. സമയം 7 ആവാനായി. കേറാനുള്ളവരൊക്കെ ബസ് കയറി